കർണാടകയിലെ കുടകിൽ വിദേശ വനിതയെ ബലാത്സംഗം ചെയ്ത ഹോം സ്റ്റേ ജീവനക്കാരൻ. സംഭവത്തിൽ ഹോം സ്റ്റേ ഉടമയടക്കം രണ്ടുപേർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. കുടകിലെ ദേവി വില്ല എന്ന ഹോം സ്റ്റേയുടെ ലൈസൻസ് സർക്കാർ റദ്ദു ചെയ്തു. സംസ്ഥാനത്തെത്തുന്ന വിദേശ സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടത്തിന് സർക്കാർ നിർദ്ദേശം നൽകി. തെക്കൻ കർണാടകയിലെ കുടക് ജില്ലയിലെ കുട്ട ഗ്രാമത്തിൽ അമേരിക്കക്കാരിയായ വനിത വിനോദസഞ്ചാരത്തിനായി എത്തുന്നു. അവിടെ അവർ താമസിക്കുന്നതിനായി ദേവി വില്ല എന്ന ഹോം സ്റ്റേ തിരഞ്ഞെടുത്തു. ആദ്യ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം വളരെ വൈകിയാണ് അവർ ഹോം സ്റ്റേയിലേക്ക് മടങ്ങിയെത്തിയത്. ഭക്ഷണത്തിനു ശേഷം ഉറങ്ങാൻ കിടന്നവർ പിന്നീട് ഉണർന്നത് ഭക്ഷണത്തിന് പിന്നാലെ നൽകിയ പാനീയത്തിൽ ഹോം സ്റ്റേയിലെ പാചകക്കാരനായ ജാർഖണ്ഡ് സ്വദേശി ബ്രിജേഷ് കുമാർ മയക്കുമരുന്ന് ചേർത്ത് നൽകി. പിന്നീട് ബോധരഹിതയായ യുവതിയെ പീഡിപ്പിച്ച ശേഷം ബ്രിജേഷ് കുമാർ തന്റെ റൂമിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം താൻ ബലാത്സംഗത്തിനിരയായി എന്ന് മനസ്സിലാക്കിയ യുവതി നടന്ന കാര്യങ്ങൾ ഹോം സ്റ്റേ ഉടമ വിശാലിനെ അറിയിച്ചു. എന്നാൽ സംഭവം മറ്റാരും അറിയാതിരിക്കാനായി ഹോം സ്റ്റേയുടെ വൈഫൈ കട്ട് ചെയ്ത ശേഷം യുവതിയെ 3 ദിവസത്തോളം അവിടെ പൂട്ടിയിട്ടു. പിന്നീട് അവിടെ നിന്നും രക്ഷപ്പെട്ട വനിത സംഭവം പോലീസിനെ അറിയിച്ചു. ഉടൻ തന്നെ പ്രതിയായ ബ്രിജേഷ് കുമാറിനെയും വിവരമറിഞ്ഞിട്ട് മറച്ചുവെച്ച ഹോം സ്റ്റേ ഉടമ വിശാലിനെയും അറസ്റ്റ് ചെയ്തു. 2024 ലൈസൻസ് ലഭിച്ച ഹോം സ്റ്റേക്കെതിരെ മുൻപും പരാതികൾ വന്നിട്ടുണ്ട്. ബലാത്സംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോം സ്റ്റേ പൂട്ടാൻ ടൂറിസം വകുപ്പ് ഉത്തരവിട്ടു. വിദേശ സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ പറയുമ്പോഴും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുലഭമായി ലഭിക്കുന്ന മയക്കുമരുന്നിന്റെ വ്യാപനം തടയാൻ എന്തുകൊണ്ടാകുന്നില്ല എന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത്. ബംഗളൂരുവിൽ നിന്നും ജിജീന്ദ്രനൊപ്പം സജു ചാമക്കാലയിൽ 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.